നിറഞ്ഞോരീശോ നിൻ വെളിവാ കാണുന്നു. വെളിവിയടിയാരഖില താരമത വെളിവും നീ ഞങ്ങളെ നീ താതൻ കതിരെ ശോഭിപ്പിക്കുന്നു. കർത്താവേ നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോ കരുളണമേ നല്ലോർമ്മ. നിന്റെ മഹത്വമുദീക്കും നിൽക്കണമവർ വലഭാഗത്തിൽ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസാ മുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മാതാവ് വിശുദ്ധന്മാരെന്നിവർ തൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിന്റെ സുതാ വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. സഹജമതാ പ്രതിരഹിത കാരുണ്യത്താ മർത്യർവാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതന വിമലത സൂചിയെ നിവയുള്ള മഹിമാവിയനും ദൈവജനത്രി കന്യകയമറിയാമീനും വേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാ മശിഹ നിജമൃതിയാലിവർത്തൻ മൃതിയെ മെതിച്ചു നിഹരിച്ചോനെ അപ്പരിപാവന തൃത്വൈക സുപിതാവോടൊപ്പം ജീവനെഴും ഋക്കുദിശാ സഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ
പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, കുറിയേലായിസോ കുറിയേലായിസോ കുറിയേലായിസോ. പൗലോശ്ലീഹാധന്യൻ ചൊൽകട്ടെ നീ ദൈവം, നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ച വാനവരെങ്കിലുമാതൂതൻ താനേകും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളാവോ പാരിമുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശം തോ അവസാനിപ്പിപ്പോൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും മഹായി ബാർക്കുമോ. നമ്മുടെ ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. നോക്കുവിൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദനയേൽപ്പാൻ നിർബന്ധിക്കുന്നു. പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേയുള്ളൂ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടിയത്തെ കാര്യം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമീനായി ബാറക്കുമോ. ഹല്ലേലൂയ. സ്തുതി ബലികളാണ് ചേരിടുവേ കർത്തൃ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹാമുമ്പിൽ. ഹല്ലേലൂയ. പാർക്കുമോ,
നാം അടക്കത്തോടും ഭയത്തോടും ഉണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും വന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷിക്കാൻ അയക്കുന്ന സ്ത്രീകളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യാമറിയാവിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു: ഞാനാകുന്നു ജീവന്റെ അപ്പം. എന്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. എന്റെ പിതാവ് എനിക്ക് നൽകിയിട്ടുള്ള ഏതൊരുവനും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും പുറന്തള്ളുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനത്രേ. അവൻ എനിക്ക് നൽകിയിട്ടുള്ള ആരെയും നഷ്ടപ്പെടുത്താതെ അവസാന ദിവസം എല്ലാവരെയും ഞാൻ ഉയർപ്പിക്കണമെന്നുള്ളതാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ കണ്ട് അവനിൽ വിശ്വസിക്കുന്നവനും നിത്യജീവൻ ലഭിക്കണമെന്നുള്ളതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് യഹൂദന്മാർ യേശു തമ്പുരാനെ പറ്റി പിറുപിറുത്തു. ഇവൻ യൗസേപ്പിന്റെ മകനായി യേശു അല്ലയോ? ഇവന്റെ പിതാവിനെയും മാതാവിനെയും നാം അറിയുന്നുവല്ലോ. പിന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നുവെന്ന് ഇവൻ പറയുന്നത് എങ്ങനെ എന്ന് അവർ പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട് ഉത്തരമായി പറഞ്ഞു: നിങ്ങൾ അന്യോന്യം പിറുപിറുക്കേണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടില്ലാതെ ഒരുവനും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അവസാന നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും. ദൈവം എല്ലാവരെയും പഠിപ്പിക്കുമെന്ന് പ്രവാചകൻ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് പിതാവിൽ നിന്ന് കേട്ട് പഠിക്കുന്നവനും എന്റെ അടുക്കൽ വരും. പിതാവിനെ ആരും കണ്ടിട്ടില്ല. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രം പിതാവിനെ കാണുന്നു എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. നീബിയന്മാരും ജാതികളോടേവൻ അറിയിച്ച ശ്ലീഹന്മാരും ദയവാൻമാർ പുണ്യപ്പെട്ടോ സഹദേന്മാർ മോദ്യാനന്മാർ ദൈവത്തിൻ വാദാനും നല്ല മരിച്ചോർകളുമോർക്ക പെട്ടിടും നിന്നവരുടെയാ പ്രാർത്ഥന ഞങ്ങൾക്കെപ്പോഴും കോട്ടയതായി തീരേണം. സ്തോമൻ കാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. കന്യകയാകുന്ന മുന്തിരിത്തണ്ടിൽ നിന്ന് അടർത്തിയെടുക്കപ്പെടുകയും ശൂന്യ നഗരത്തിൽ വെച്ച് പിഴിഞ്ഞെടുത്ത്
രക്ഷാകരമായ കാസയായി കലർത്തപ്പെടുകയും വിശ്വാസമുള്ള സഭയ്ക്ക് നൽകപ്പെടുകയും ചെയ്ത ജീവനുള്ള മുന്തിരിക്കുലയായ കർത്താവിന് ദൈവികമായി സ്തോത്രത്തിന്റെയും അപേക്ഷയുടെയും ബലിയർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലഹുന്യവുമോ സ്വതഹായേൻ ലവൽ മെൻ. പാർക്കുമോ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുമ്പാകെ, പുണ്യം നൽകുന്ന ബലിപീഠത്തിനു മുമ്പാകെ, ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെ, ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ, ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അർത്ഥങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ പാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നിയണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. അടിയങ്ങളുടെ പ്രാർത്ഥനകളും കണ്ണുനീരും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല മരണത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. പരിശുദ്ധ സഭയിൽ അർപ്പിക്കപ്പെട്ട ജനത്തിന് ആഹാരമായി നൽകപ്പെട്ട മോഹിനീയ മുന്തിരിക്കുലയായ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ജീവന്റെ അപ്പവും രക്ഷയുടെയും അനുഗ്രഹത്തിന്റെയും കാസായുമായവനെ, ഈ സ്തോത്രബലി അനുഷ്ഠിക്കപ്പെടുന്ന സംപ്രമേയമായ ഈ സമയത്ത് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നീ ബലി അർപ്പിക്കപ്പെടുകയും കബറടക്കപ്പെടുകയും വാങ്ങിപ്പോരുടയിൽ നിന്ന് പുനരുദ്ധാനം ചെയ്ത് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ ഇടയിലും നീ സ്തുതി ചെയ്ത് ഞങ്ങളെ എല്ലാവരെയും ശുദ്ധീകരിച്ചു വെടിപ്പാക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വന്യങ്ങളായ നിന്റെ കഷ്ടാനുഭവങ്ങളുടെയും ജീവദായകമായ നിന്റെ മരണത്തിന്റെയും രക്ഷാകരമായ നിന്റെ പുനരുദ്ധാനത്തിന്റെയും സ്മരണയെ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്ത് വെടിപ്പോടും മനോധൈര്യത്തോടും കൂടെ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിനു മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും സത്യവിശ്വാസത്തോടെ നിന്റെ പ്രത്യാശയിൽ മുൻകൂട്ടി പ്രാപിച്ച് ഞങ്ങളുടെ വിശ്വാസികളായി വാങ്ങിപ്പോയവരുടെ നല്ല ഓർമ്മയ്ക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ബലി നിനക്കണയ്ക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധയാത്മാവിനും എപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ.
ഓശോ വബുകുല സുബാൻ ലൗൽ മിൻ. ആമീൻ. കർത്താവിന്റെ ശുശ്രൂഷകളിൽ അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. ആമീൻ. ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ ഇപ്രകാരം കീർത്തിച്ച ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനുള്ളവനും പരിശുദ്ധനുമായ റൂഹ പരിശുദ്ധനാകുന്നു. താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെ മേലും സഹോദരീ സഹോദരങ്ങളുടെ മേലും നേതാക്കന്മാരുടെ മേലും ഗുരുക്കന്മാരുടെ മേലും സ്വന്തം വാങ്ങിപ്പോയവരുടെ മേലും വിശുദ്ധ സഭയുടെ മക്കളാകുന്ന എല്ലാ വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളുടെ മേൽ കരുണ ചെയ്തുകൊണ്ട് രണ്ട് ലോകങ്ങളിലുമായി പാപിയായ തന്റെ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബത്രൈഹുൻ വൽമലോലം വൽമിൻ. പാർക്കുമോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. പിതാവായി സർവശക്തനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നേ കാണപ്പെടാത്തയുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രൻ സർവലോകങ്ങൾക്കും പിതാനിനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ ശരീരയായി തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് പാത്തിരുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെ ദീപാൻ തന്റെ മോദത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും രാജ്യത്തിന് അവസാനമില്ലാത്തതിനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും സംസാരിച്ചതുമായ ജീവന ശക്തിയുമുള്ള റൂഹായിലും കാതോലികവുമായ ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണോ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഏർപ്പിനും വരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത പദവിയിലേറിപ്പോളി ആചാര്യൻ
അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരേ ദുഃഖരുടെയും അലിവിന്റെയും സമയം സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ദൂരസ്ഥ സവിധസ്ഥരുമാ തമ്മിൽ നിരക്കും സമയം അതിനാൽ സോദരരെ വരുവീ ഒരുപോൽ കരുണയിരന്നീടാം. നാഥാ കൃപ ചെയ്തിടണമേ, നാഥാ കൃപ ചെയ്യുക കനിവാ. നാഥാ ഉത്തരമരുളിച്ചേ അടിയാരോടു കൃപ ചെയ്യണമേ. ആമീൻ. ബാറക്കുമോ സ്തോമൻ ഗാലോ ശാന്തിയുടെയും സമാധാനത്തിന്റെയും പിതാവും നന്മകളുടെ ഉറവയും പ്രവാഹവുമാകുന്ന ദൈവമേ, തിരുസന്നിധിയിൽ നിന്നുള്ള സ്നേഹവും സമാധാനവും ഞങ്ങളുടെ ഉള്ളിൽ സ്ഥാപിച്ചുറപ്പിക്കണമേ. വിശുദ്ധവും ദൈവീകമായ ചുംബനത്താൽ പരസ്പരം സമാധാനം കൊടുക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഏകശബ്ദത്തിൽ ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ ആത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും പാടുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകുല സുബാൻ ലൗൽമിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആരയ്ക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, നിന്റെ സമാധാനത്താൽ ആനന്ദം അനുഭവിച്ചവരായി ഞങ്ങൾ വീണ്ടും തലകുനിച്ചുകൊണ്ട് നിന്റെ നന്മ സമൃദ്ധിയോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്വർഗീയമായ സകല അനുഗ്രഹങ്ങളും ഞങ്ങൾ വർഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ ആത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. കർത്താവേ, നിന്റെ ആതുര സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല ലൗകിക മോഹങ്ങളെയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നീക്കിക്കളയണമേ. വെടിപ്പാട് തിരുസന്നിധിയിൽ നിലകൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടി വെടിപ്പിന്റെയും വിശുദ്ധിയുടെയും ആത്മാവിനെ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ ആത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആർക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരനെകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഉടയവനായ പിതാവാം ദൈവത്തിന്
നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കൃപാന അനുഗ്രഹങ്ങളും സമാധാനവും വലിയ സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും ധ്യാനങ്ങളും ദൈവമായ കർത്താവിങ്കലിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് ന്യായവുമാകുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹല്ലേലൂയകളെയും കീർത്തനങ്ങളെയും ഗീതങ്ങളെയും വിശുദ്ധ ശ്രോപ്പന്മാരുടെ ഗാനങ്ങളോട് ചേർത്ത് യോജിപ്പിക്കണമേ. മുടക്കം കൂടാതെ തന്നെ സ്തുതിച്ചു പാടുന്ന കൃപന്മാരുടെ ഗാനങ്ങളോടുകൂടെ ഞങ്ങളുടെ ബലഹീനങ്ങളായ കീർത്തനങ്ങളെ സംയോജിപ്പിക്കുകയും ചെയ്യണമേ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയുള്ള മനുഷ്യാവതാര പ്രവർത്തനം നിറവേറ്റിക്കൊണ്ട് കഷ്ടത അനുഭവിപ്പാനായി ഏൽപ്പിക്കപ്പെട്ട ആ രാത്രിയിൽ തന്റെ പരിശുദ്ധ തൃക്കൈകളിൽ സാധാരണയപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് വക്സോ സ്ലീഹന്മാരുടെ സമൂഹത്തിന് നൽകിയവരോട് സംശയം കൂടാതെ നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ. കടങ്ങളുടെ പരിഹാരത്തിനും നിത്യവനും വേണ്ടി ഇത് മുറിക്കപ്പെടുന്നു എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. വൽആയേ ദൽ ഓ ലം വൽ മിൻ. അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും തന്റെ തൃക്കൈകളിൽ എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ ശിഷ്യ സമൂഹത്തിന് നൽകി അവരോട്, നിങ്ങളെല്ലാവരും പരിശോധന കൂടാതെ ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഇത് നിങ്ങൾക്കും വിശ്വസിക്കുന്ന സകലർക്കും കടങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി തീരും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. വൽആയേ ദൽ ഓ ലം വൽ മിൻ. ഈ ശരീരം നിങ്ങൾ ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിക്കുകയാകുന്നു ചെയ്യുന്നത് എന്ന് കർത്താവ് അരുളി ചെയ്തു. അദാമോ ദോസേനോ. ഞങ്ങളുടെ കർത്താവേ,
നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. വചനമായ കർത്താവേ, നിന്റെ അത്ഭുത പ്രവർത്തികളുടെ മഹാത്മ്യത്തെ വർണ്ണിക്കുവാൻ ആർക്ക് കഴിയും? ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളെ വന്ദിക്കുവാനും ബഹുമാനിക്കുവാനും കഴിവുള്ളവനും ആരാകുന്നു? ആകയാൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു, സംപ്രവേനവും ഭയങ്കരവുമായ സിംഹാസനത്തിൽ നീ ഉപേക്ഷനാകുന്ന സമയത്ത് തിരുമുഖം ഞങ്ങൾ നിന്ന് തിരിച്ചു കളയരുതേ. കോപത്തോടെ ഞങ്ങളെ നോക്കി ഞാൻ നിങ്ങളെ അറിയയില്ല എന്ന് ഞങ്ങളോട് പറയരുതേ. പിന്നെയോ കാരുണ്യവാനായ കർത്താവേ, ഈ സമയത്ത് ദയാദൃഷ്ടിയോടെ ഞങ്ങളെ വീക്ഷിച്ച് ഇടത്ത് ഭാഗത്തു നിന്ന് വലത്ത് ഭാഗത്തേക്ക് ഞങ്ങളെ മാറ്റുവാൻ കൽപ്പിക്കണമേ. നിന്റെ ദിവ്യദർശനത്താൽ ഞങ്ങൾ ആനന്ദം അനുഭവിക്കണമേ. ഇവയ്ക്കും ഇവ പോലുള്ളവയ്ക്കും വേണ്ടി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. ലാബൂക്കാദ് ഓമറേ. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പാർക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാകുന്ന മേലുള്ളവരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുതി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ഞങ്ങളെല്ലാവരോടും സമാധാനവും ഞങ്ങളെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേ. അടിയനോട് ദയുണ്ടാകുമാറാകണമേ. കുരിയേലായിസോൻ, കുരിയേലായിസോൻ, കുരിയേലായിസോൻ. പരിശുദ്ധയാത്മാവ് ആവസിച്ച് ഈ അപ്പത്തെ കടങ്ങൾ പരിഹരിക്കുന്ന ശരീരവും പാപങ്ങൾ ക്ഷമിക്കുന്ന ശരീരവും കറകളെ വെണ്മയാക്കുന്ന ശരീരവുമാക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. കലർത്തപ്പെട്ട ഈ കാസായെ പാപങ്ങൾ പരിഹരിക്കുന്ന രക്തവും തിന്മകളിൽ നിന്ന് ഉദ്ധരിക്കുന്ന രക്തവും പരീക്ഷകളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്തവുമാക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, നിന്റെയും നിന്റെ ഏകപുത്രന്റെയും പരിശുദ്ധയാത്മാവിന്റെയും കൃപയും മനുഷ്യ സ്നേഹവും മൂലം ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഇത് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധയാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. പാർക്കുമ്പോറുന്ന ഈ ആഴ്ചക്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശ്വസഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി
ദൈവത്താൽ നിലത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രീഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂന്മാർ ദിമത്രിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പീസ്കോപ്പമാർക്കു വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമാതായമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, നിന്റെ സഭയിൽ നിന്ന് കലഹങ്ങളും തർക്കങ്ങളും ഷണ്ടകളും അയച്ചു കളയണമേ. തിരുസന്നിധിയിലുള്ള ശാന്തിയും സ്നേഹവും ഐക്യവും അതിൽ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ ആത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിലാപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാറിലും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യാഭ്യർത്ഥി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ബലിയെ നിന്റെ ദാസിൽ നിന്ന് നീ അംഗീകരിക്കണമേ. സമാധാനവും സന്തോഷവും നിറഞ്ഞ കാലങ്ങൾ നിന്റെ കരുണയാൽ അവർക്ക് നൽകണമേ. കഠിനവും മരണകരവുമായ ശിക്ഷകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ ആത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ. ആരയ്ക്കുമോർ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സലവർണാർത്ഥാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, കരയിലും കടലിലും ആകാശത്തിലും ദുർഘടമാർഗങ്ങളിലും യാത്ര ചെയ്യുന്നവരെ നീ കരുണയാൽ സഹായിക്കണമേ. നിർദ്ദയ ഭരണത്തെയും വിനാശകരങ്ങളായ ഭാരങ്ങളെയും ഞങ്ങൾ നിന്ന് നീക്കി സമാധാനവും ആശ്വാസവും നൽകണമേ. സന്തോഷകാലങ്ങളും സുഭിക്ഷ സംവത്സരങ്ങളും നിന്റെ ഉത്തമ സന്നിധിയിൽ നിന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ ആത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ. പാർക്കുമോ, ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവൻഗേലീസന്മാരെയും സഹദേന്മാരെയും മോദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടുകാരനുമായ മാറിയൂഹാനോൻ മബ്ദാനായും ഷമാശന്മാര് പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും ശ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ ശ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ മാതാവിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രത്യേകാൽ മാർ തോമാ ശ്ലീഹായുടെയും യാക്കോബ് ശ്ലീഹായും
സകല പരിശുദ്ധന്മാരുടെയും സ്വീകാര്യമായ പ്രാർത്ഥനകളാൽ ഈ ലോകത്തിൽ ഞങ്ങളെ സഹായിക്കുകയും വരുവാനിരിക്കുന്ന ലോകത്തിൽ അവരോട് ഒരുമിച്ചുള്ള ഓഹരിക്കും അവർക്കായി ഒരുക്കപ്പെട്ടിട്ടുള്ള ആനന്ദങ്ങൾക്കും ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധയാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ബർക്കുമോ സ്ലേഹിയും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചെന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായാലും കുസ്തന്തീനോ പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 സുന്നതദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദീവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രീഗോറിയോസും ദിയസ്കോറോസും തീമോത്യോസും ഫിലക്സീനോസും അന്തീമോസും യാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നു വന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കുറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവുന്ന എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രീർക്കീസ് സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മാർ യാക്കോബ് ബുർദാനായും മാർ അപ്രയും മാർ യാക്കോബും മാർ ഇസ്ഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമയും മാർ ശമോൻ ദോസ്തുനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദീവനാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ ബിംബമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരായ മാർ ഗ്രിഗോറിയോസിനെയും മാർ ദീവനാസിയോസിനെയും എൽദോ മാർ ബസേലിയോസിനെയും സകല പരിശുദ്ധന്മാരെയും നീ ഓർത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഇടയന്മാരും ഗുരുക്കന്മാരും ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സത്യവിശ്വാസവും സത്യ ആരാധനയും ഞങ്ങൾ ഉറപ്പിക്കണമേ. അവരുടെ പ്രാർത്ഥനകൾ മൂലം ഞങ്ങളെ സത്യവിശ്വാസത്തിൽ തീഷ്ണതയുള്ളവരാക്കി തീർക്കണമേ. പ്രകാശമുള്ള അവരുടെ കൂടാരങ്ങൾക്ക് ഞങ്ങൾ അർഹരായി തീരണമേ. അവരുടെ മഹനീയമായ മുഖതേജസ്സാൽ ഞങ്ങൾ ആനന്ദിക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ ആത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ഭാരക്കുമോര രൂപികളുടെയും സകലജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നുയർന്നവരായ ഈ പരിശുദ്ധാമദ്ഭായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. കാരുണ്യവാനും വളരെ കൃപയുള്ളവനുമായ കർത്താവേ, നശ്വരമായ ജീവിതത്തിൽ നിന്ന് വേർപെട്ട് നിന്റെ അടുക്കൽ വന്നുയർന്നിരിക്കുന്നവർക്ക് വേണ്ടി നിന്റെ ബലഹീന ദാസരുടെ അപേക്ഷകൾ നീ കൈക്കൊള്ളണമേ. വേദനകളും ദുഃഖങ്ങളും ഇല്ലാത്തതും എന്നാൽ ജീവനും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും വാഴുന്നതും നിന്റെ ഏകജാതൻ വസിക്കുന്നതുമായ നിന്റെ പ്രകാശഭവനങ്ങൾ നീ അവരെ ആശ്വസിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി അവൻ തന്നെ ഞങ്ങളും ശരണപ്പെടുന്നു. മേത്തുലോസോഫിലാൻ വൽഹുൻ
ദൈവമേ സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ വാങ്ങിപ്പോരിക്കുന്ന മരിച്ചുപോയി നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സുകൂടാതെ അറിവോട് അറിവുകൂടാതെ നിന്റെ മുന്നിൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. മനുഷ്യരെ സ്നേഹിക്കുന്നവനുമല്ല വളരെ കൃപയുള്ളവനുമായ കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ വാങ്ങിപ്പോരുടെയും മനസ്സോടും മനസ്സുകൂടാതെയുമുള്ള പാപങ്ങളെ പരിഹരിക്കണമേ. നീ ഞങ്ങളെ ന്യായം വിധിക്കുകയോ നിന്റെ സഹായത്തിൽ നിന്ന് ഞങ്ങളെ നിരോധിക്കുകയോ അരുതേ. എന്നാലോ കെടാത്ത തീയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും പുറത്തെ അന്ധകാരങ്ങളിൽ നിന്നും സാധാനും സൈന്യങ്ങൾക്കുമായി കാത്തുവച്ചിരിക്കുന്ന ദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. തന്മൂലം സകലത്തിലും എന്ന പോലെ ഈ കുർബാന വഴിയായും സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെട്ടതായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും പരിശുദ്ധ ആത്മാവോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഓശോ വബകുല സുബ്ഹാനൽ ആമീൻ. തന്റെ തിരുനാമ പ്രകാരം തലമുറ തലമുറകളായ തലമുറകൾ വരെയും ലോകാലോകങ്ങളോടും സ്തുതിക്കുകയും ചെയ്യുന്നു. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി എന്നാളും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോ നീ നിൻ വാതിൽ ഹാലേലൂ ഹാലേലൂയ മുട്ടുന്നു ദാസനാദം പാർക്കുമോ കുറിയിലായിസോ യാചിക്കും ഹാലേലൂ ഹാലേലൂയ അടിയാരേ തള്ളിടല്ലേ പാർക്കുമോ കുറിയിലായിസോൻ അലിവോടു ശീച്ചടിയാരേ ഹാലേലൂ ഹാലേലൂയ അരിശം നീ കാക്കേണമേ വാർക്കുമോ കുറിയിലായിസോൻ വാതിൽ തുറ നീ പ്രാർത്ഥനയിൽ ഹാലേലൂ ഹാലേലൂയ നാദം കേടമേ വാർക്കുമോ കുറിയിലായിസോൻ നിന്നെ വിളിക്കുന്നേ നാദാ ഹാലേലൂ ഹാലേലൂയ
ഉദവിക്കായി ബലഹീന ബാരക്കുമോ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. മറക്കുമോ ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ ബന്ധിതരും രോഗികളും അനാഥരും ദരിദ്രരും പീഡിതരും പലതരം പ്രയാസങ്ങളിൽ വലയുന്നവരുമായ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. പ്രത്യേകാൽ ഈ ദിനങ്ങളിൽ ജന്മദിനം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം നിരന്തരം നിന്നെ മഹത്വപ്പെടുത്തുവാനും സ്നേഹത്തിലും സന്തോഷത്തിലും ദീർഘായുസ്സിലും അവർ വളരുവാനും നിന്റെ കൃപ അവർക്ക് ധാരാളമായി നൽകണമേ. അവരോടൊപ്പം വിവാഹ വാർഷികം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പരസ്പര സ്നേഹത്തിന്റെയും കരുതലിന്റെയും പങ്കാളിത്തത്തിന്റെ ആത്മാവിൽ കുടുംബജീവിതത്തിന്റെ പരിഭാവനത കാത്തു സൂക്ഷിക്കുവാൻ നിന്റെ സഹായം അവർക്ക് നീ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ അവരുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. പിതാവാം ദൈവമേ, മാലാഖമാരും പ്രധാന മാലാഖമാരും സകല സ്വർഗീയ ഗണങ്ങളും നിന്നെ വന്ദിച്ച് മഹത്വപ്പെടുത്തുന്നു. നീ കരുണയുള്ള നാഥനും ദയാലുവും ഉത്തമനും ദീർഘക്ഷമയുള്ളവനും കൃപയുള്ളവനുമാകുന്നു. ഞങ്ങൾ നിനക്ക് പുതുക്കമുള്ള ആത്മീയ മക്കളായി തീരത്തക്കവണ്ണം ഇപ്പോൾ ഞങ്ങളെല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. തന്മൂലം സ്വർഗീയ പിതാവായ നിന്നെ നിർമ്മല ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സർവത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, രക്ഷിച്ചുകൊള്ളണമേ. കർത്താവേ, ആത്മാവിനും ശരീരത്തിനും ഉപദ്രവമുണ്ടാക്കുന്ന സകല പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ശത്രുവായ ആകൽ കരുസായെ ഞങ്ങളുടെ കാൽ കീഴാക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയാകുന്ന യേശുമിശിഹാ മൂലം സമൃദ്ധിയായി കവിഞ്ഞൊഴുകുന്ന നിന്റെ കരുണ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധയാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിനു മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ച നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനത്തെ നീ കടാക്ഷിക്കണമേ. നിനക്ക് സഹജമായ വിധത്തിൽ അവർക്ക് ഉത്തരമരുളുകയും അവരുടെ ഉത്തമയാചനകൾക്ക് മറുപടി നൽകുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധയാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂ അനാദ്യന്തവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി എന്നാളും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം.
കർത്താവേ കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഗർഭവുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ശുഭഹോയിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. കരുണയോടെ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ പീഡാനുഭവങ്ങളും കുരിശുമരണവും മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ ആത്മാവും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമമാദികാലം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവായുഷ്കാലെ പഠിപ്പിച്ച താതൻ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ ശാശ്വത രാജ്യ സ്വർഗത്തിൽ നീതിക്കന്മാർ സിദ്ധന്മാരെന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കീടും മുറിയോറാകെ വേലയിലുവാദാരേ ശിഹാരാജോദ്ധാനത്താ നേടിയിടേണം പുണ്യം നാം സ്ലീബായാൽ രക്ഷിച്ചോനാ ദൈവസുതാനി പരിശുദ്ധൻ എന്നേവം വിശ്വാസത്തോടോതിടാം ഹല്ലേലൂയ. മാതാകാദീശന്മാർക്കും വിശ്വാസം പാലിച്ചോരാ ഉപവാസം കൈവിട്ടോർക്കും ഓർമ്മയ്ക്കോനത്യം ചേർത്തോ പരിശുദ്ധൻ നീ പരിശുദ്ധൻ പരിശുദ്ധൻ ഹല്ലേലൂയ. നമ്മോടൊപ്പം സ്തുതിശിൽ നിൽക്കും സ്വർഗീയം സൈന്യം ദേവേശൻ തൻ താനയന്തേ ഗാത്രത്തെ ആഘോഷിപ്പോ വരുവിൻ പുണ്യം പ്രാപിപ്പിൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ദാതന്മാർനെ ദാക്കന്മാർ മാതാക്കൾ ഭ്രാതാക്കന്മാർ യാഗത്തിൻ പീഠത്തിൽ ഓർക്കപ്പെട്ടിടും നിശാണമവരെ നിൻവരവിൽ നിൻവരവായി ഹല്ലേലൂയ. രക്ഷകനുര ചെയ്ത എന്മൈരക്തങ്ങൾ
ചെയ്യും ഞാൻ വിശ്വാസാൽ ശുദ്ധ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നു എൻ സ്നേഹിതനല്ലോ ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളുവോന് വാസം ചെയ്യും ഞാൻ. അട്ടഹസിച്ചു ചൊല്ലേണം പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ തിരുമുമ്പാകെയുള്ള പ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചവർക്കും അനുഭവിക്കുവാൻ നോക്കി പാർത്തിരിക്കുന്നവരുമായ ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നിന്റെ വലതുകരത്താൽ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച ഇവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമൂടി സകലേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ തിരുശരീരം, ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന അവിടുത്തെ തിരുരക്തം ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരുടെ മേലും അനുഗ്രഹം ചൊരിയുമാറാകണമേ. എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീ മൃതർക്ക് ഉയർപ്പും നീ തന്നെ. കർത്താവേ, നിന്റെ ഏകജാതൻ വംശങ്ങൾക്കും ലോകങ്ങൾക്കും മറിഞ്ഞിരിക്കുകയും ബലഹീനരും നിസ്സാരരുമായി ഞങ്ങൾക്ക് വെളിപ്പെടുകയും ചെയ്ത രഹസ്യമാകുന്നു. അവൻ മുഖാന്തരം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ രക്ഷയെ പ്രതി യഥാർഹമായ കൃതജ്ഞതകൾ നിനക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനും അപേക്ഷകനുമായി അവനെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. വരുവാനുള്ള ശിക്ഷാവിധിയിൽ നിന്ന് അവൻ മൂലം ഞങ്ങൾ രക്ഷപ്പെട്ട്
സൗഭാഗ്യശാലികൾക്കുള്ള കിരീടങ്ങൾക്ക് അർഹരായി ഭവിക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധയാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിനും ഭാഗ്യ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഏകപിതാവിന്റെ ഏകപുത്രനും സർവാധിപതിയുമായ ദൈവമാകുന്ന യേശുമിശിഹ, നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ രഹസ്യം ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ കാരണമായി തീരരുതേ. എന്നാലോ സകല തിന്മകളിൽ നിന്നുള്ള കാവലിനും ആത്മാക്കളെ അപകരിക്കുന്ന ബലയാറിലുള്ള സംരക്ഷണത്തിനും ദുഷ്പ്രവൃത്തിക്കാർക്കായുള്ള അതിവേദനകളിൽ നിന്നുള്ള വിടുതലിനുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധയാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. ബാരേക്കുമോ. രോഗാർത്തന്മാർക്കേകുക സൗഖ്യം, ക്ഷീണന്മാർക്കായി ക്ഷേമം നൽകി ബലമറ്റവരെ താങ്ങിയിടണമേ. ചുറ്റുള്ളോരിൽ തൃപ്തി വരുത്തുക തിരുസമ്പത്താൽ. ദീനന്മാർക്കും ഗതിയറ്റോർക്കും ശ്രീയരുളണമേ. ആമീൻ. കഴുകിയിടണമേ കറകളെയെല്ലാം തിരുസോപ്പായാൽ. ഓർത്തിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പിഴകൾ. ശോകം നിറയും ലോകനിവാസം വിട്ടുപിരിഞ്ഞോ. കേകുക മോദം ശോഭനമാകും ശാശ്വത ഗേഹേ. ആഴ്ചയിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പേട്ട് നല്ലവരെ ശോർപുണ്യപേ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടി വിശുദ്ധാതൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവേൻ. ആമീൻ. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിജയശ്ലീബാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ റൂഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കും, കുറവുകളെ മായ്ക്കും, വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ആമീൻ. ഞാനോ ബലഹീനും പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആഹ്ലാദിച്ച് തൃപ്തരായി സമാധാനപൂർവ്വം പോകുവിൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ആമീൻ. കർത്താവ് അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നൻബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിൻബലിയാലൻ കഷ്ടതമായി ചെന്നോവൊഴിക്കണമേ. ഗോകുൽത്തായിൽ തന്മാർവു തുറന്നോരുത്തമനെ
ദാഹം നീക്കിയിട്ടൊഴുകിയ നീരാൽ ശോരയതാലും എന്റെ കടങ്ങളെ ശേഷം നിൻ കൃപയായ സ്ഫോകായതിനാ മായിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ. രക്ഷകനെന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്നാൽ അതിനാൽ പുണ്യപ്പെട്ടവരോട് എന്നെ യോഗ്യതനാക്കണമേ. കർത്താവേ, നിന്നുടെ നിത്യ സ്വർഗമതായൊരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാ ഞാൻ എപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാത്തതയിൽ പാതകളിലും ഉണ്ടാകട്ടെ. കൃപയുള്ളോനാം കർത്താവേ, കൃപയന്മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക മടിയനതാ എന്മേൽ കൃപയുണ്ടാകണമേ. ഇക്കുർബാനയണച്ചൊല്ലോരിപ്പട്ടക്കാരന്മേലും ഈ ശുശ്രൂഷക തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ. സോമൻ കാലസ്കുറിയേലായി സോൻ മോറാനേശുമിശിഹ ഉൾക്കൊണ്ടോരീ നിന്മയും തിരുരക്തമതും ശിക്ഷാപ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങളറാനുതകീടണമേ. നിൻവലമതി നിൽക്കുന്നതിനും ഹാലേലൂയ ധൈര്യസമേതം. നിൻമോദത്താഴ്വഴിയിൽ കൊടുപ്പിക്കും നീയവരെ. കർത്താവെ, ഞങ്ങൾ ഭക്ഷിച്ച് നിന്മയും വിശ്വാസത്താൽ പാനം ചെയ്തൊരുയിരേകും രക്തമതും തീനരകത്ത് പാലമതായി തീർന്നിടണമേ. ഹല്ലേലൂയ ജീവൻ നിത്യം ബാറയ്ക്കുമോ. ശിക്ഷേർക്കായ മാളികയിൽ തൻ തിരുമേനി ഖണ്ഡിച്ചാദാമരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ രക്തത്തെ കാസാതന്നിൽ ചേർത്തൊരു ഹാലേലൂയ സുതനായ സ്തോത്രം. പുതുജീവൻ എന്നോട് കൈക്കൊണ്ടോരാ കൈകൾ അവസാനതിനെ വിധി സമയിൽ തിരുതിയെങ്കിൽ രൂക്ഷതയെങ്കിൽ നെട്ടിടല്ലേ. നിൻ ശൈത്യം കൊണ്ടവരാനെ ഹാലേലൂയ നീട്ടപ്പെടണേ. മനോലം വാദാമുൽമോലം വൽമീനാമേ. ഗോകുൽത്തായിൽ രക്ഷകനാ വൃക്ഷത്തിന്മേൽ വെച്ചങ്ങു മരിച്ചോ നെടുവീർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ നുകതമൊഴിച്ചു ഹാലേലൂയ മോദിപ്പിച്ചു. മുറിയോറാഹിൻ മേലേനുവാദാറേ. എന്റെ ദാസന്മാർക്കും ദാസികൾക്കും വേണ്ടി ഞങ്ങൾ നിനക്കണച്ചിരിക്കുന്ന ഈ കുർബാന അവർക്ക് പരിമള വാസന ഉപയോഗിക്കുവാനാകണമേ. കർത്താവേ, എന്റെ ഒരു ഇഷ്ടത്തിൽ പ്രീതിപ്പെട്ട് കരുണയോടെ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. ആമീൻ. പാതകനാറൂബേലിനു ജീവൻ മൂശ മൃഗബലിയാൽ നൽകി എങ്കിൽ ജീവനെഴുന്നെൻ ബലിയാലെ വിശ്വാസികളാൽ മരിച്ചോർക്ക് എത്ര ഗുണം കൂടും. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരളിച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്ക് ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി. ബാറയ്ക്കുമോൾ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ദുർബലമായ കർത്താവേ, വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിന്റെ അപേക്ഷിക്കണമേ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മളേവരും കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് വായിച്ചു കേൾക്കുന്ന വേദഭാഗം പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്.
യേശുദമ്പുരാൻ പറയുന്നത്, ഞാനാകുന്നു ജീവന്റെ അപ്പം. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. 7 പ്രാവശ്യമാണ് യേശുദമ്പുരാൻ പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് ഞാനാകുന്നു എന്ന് പറയും. ഐ ആം. പഴയ നിയമത്തിൽ ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ ഐ ആം ദ ലോർഡ്. ദൈവം പറയുന്നത് ഐ ആം എന്നാണ്. എന്തുകൊണ്ടാണ് യേശുദമ്പുരാൻ ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്? ഞാൻ നസ്രയത്തിൽ നിന്ന് വന്നവനാണെന്നോ ഞാൻ ബേത്ലഹേമിൽ നിന്ന് വന്നവനാണെന്നോ യേശുദമ്പുരാൻ പറയുന്നില്ല. യേശുക്രിസ്തു പറയുന്നത് ഞാൻ ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുമ്പോഴും പറയുന്നത് ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തിരിക്കുന്നു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു എന്നാണ്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് വരികയും സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്ത ഒരാളേ ഉള്ളൂ, അത് യേശുദമ്പുരാനാണ്. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ അയാം എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ ദൈവത്തെ നമ്മൾ കാണുന്നത് അയാം ദ ലോർഡ് എന്നാണ്, ഞാനാകുന്നു. ആ ദൈവം തന്റെ ഏകജാതനായ മകനെ ഈ ലോകത്തിലേക്ക് നൽകിയിരിക്കുന്നു. അതും ദൈവമാണ് എന്നിവിടെ തെളിയിക്കുകയാണ്. ഞാനും പിതാവും ഒന്നാണ്. ഇത് ദൈവമാണ് എന്ന് നമ്മെ ഓർപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന യഹൂദന്മാരോട് പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്. ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന ഞാൻ ദൈവത്തിൽ നിന്ന് വന്നതാണ് എന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് ധാരാളം ആൾക്കാർ നിരീശ്വരവാദം ഒക്കെ മുഴക്കുന്നവരുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ദേവാലയങ്ങൾ, അമ്പലങ്ങൾ, മോസ്കുകളൊക്കെ അടയ്ക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ പലരും പറയുന്നു ദൈവം ഇല്ല, ദൈവത്തിന്റെ ആരാധന വേണ്ട എന്നൊക്കെ പറയുന്നവരുണ്ട്. അവർക്ക് നൽകുന്ന, ഇന്നും ദൈവം നൽകുന്ന മറുപടിയാണ്, ഞാൻ ദൈവം തന്നെയാണ്, ഞാൻ ഈ ലോകത്തെ രക്ഷിപ്പാനുള്ളവനാണ്, മുകളിൽ നിന്ന് വന്നവൻ ഞാൻ തന്നെ, ഇത് ദൈവമാണെന്ന് അടിവരയിട്ട് ഓർപ്പിക്കുകയാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ജീവന്റെ അപ്പം അത് ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യജീവൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഘട്ടത്തിൽ പലപ്പോഴും പലരും പേടിച്ചിരിക്കുകയാണ്. ഈ രോഗബാധ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മരിക്കുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്, ജോലിയെപ്പറ്റി ഭയമുള്ളവരുണ്ട്. ഇങ്ങനെയുള്ളവരെല്ലാം ചിന്തിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട വാക്യമാണിത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഈ ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചവർ ആരും തന്നെ ഇതിനെയൊന്നും ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല എന്ന് നമ്മെ അടിവരയിട്ട് ഓർപ്പിക്കുകയാണ്. ജീവൻ നൽകുന്ന ശരീരം, ഈ ജീവൻ നൽകുന്ന ശരീരം അനുഭവിക്കുന്നത് നമ്മൾ നിലനിർത്തുകയും നമ്മളെ വളർത്തുകയും നമ്മളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി തീരുന്നത്. പലപ്പോഴും വിഷാദ രോഗം ഈ കാലഘട്ടത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ വിഷാദം ഉണ്ടാകുന്നു? പലതിനെപ്പറ്റി പേടിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ അവരും ഓർത്തിരിക്കേണ്ടത്, എനിക്കായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തു ഉണ്ട്, എന്റെ ദൈവം ജീവിക്കുന്നു എന്നുള്ള, ഇന്നും ജീവിക്കുന്നു എന്നുള്ള ആ ചിന്തയുണ്ടെങ്കിൽ വിഷാദങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല. ധാരാളം ചെറുപ്പക്കാർ മരിക്കുന്നുണ്ട്. പലരും എന്തുകൊണ്ട് വൈകുന്നേരങ്ങളിൽ പേടിച്ചു പോകുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനുള്ളത്, വൈകുന്നേരം 9 മണി കഴിഞ്ഞാൽ ഈ വാട്സപ്പും മറ്റുള്ള മരണകരമായ വാർത്തകൾ കേൾക്കാതിരിക്കുക, കേൾക്കാതെ വേദപുസ്തകം വായിക്കുകയും ദൈവവചനം കേൾക്കുകയും ചെയ്യുക. ശയന നമസ്കാരത്തിൽ പാടുന്നുണ്ട്, ഞങ്ങൾക്കുള്ള കർത്താവേ. അപ്രയം അന്ന് എഴുതിയ ആ മനോഹരമായ ഗാനം അവിടെ പറയുന്നത്, ഈ രാത്രിയിൽ നീ ഞങ്ങൾക്ക് കാവലും തൊടയുമാകണം, പൈശാചികമായ ഒന്നും തന്നെ ഞങ്ങളിലേക്ക് വരരുതേ, നിന്റെ കുരിശ് ഞങ്ങൾക്ക് കാവലും കോട്ടയുമായിരിക്കണമേ. ഇത് പ്രാർത്ഥിക്കാതെ ദൈവവചനം ധ്യാനിക്കാതെ കിടന്നുറങ്ങുന്നവർക്കാണ് ഇതുപോലെയുള്ള വിഷാദങ്ങളും മരണത്തിന്റെ അവസ്ഥയിലേക്കും കടന്നു പോകാൻ കഴിയുന്നത്.
അവർ പേടിയാണ്. എന്തിനു ഭയപ്പെടണം? ഭയപ്പെടേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. യേശു എനിക്കായി ജീവിക്കുന്നു. അവന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും ഇതിനെ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിന്റെ ശിഷ്യരായി തീരുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഈ ഭാഗത്ത് കാണുന്നുണ്ട്, ആദിമസഭയിൽ യേശു ക്രിസ്തുവിന് വേണ്ടി മരിച്ചവരുണ്ട്. എന്തുകൊണ്ട് അവർ മരിച്ചു എന്ന് ചോദിച്ചാൽ, അവർ കാണുകയും കേൾക്കുകയും അവർക്ക് ഹരമായി തീരുകയും ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ ആ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്. ഇന്നും അങ്ങനെയുള്ളവർ യേശുവിന് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണം തയ്യാറാകണമെന്നിവിടെ ഓർപ്പിക്കുകയാണ്. അവര് മുഖാമുഖമായി പഴയ കാലഘട്ടത്തിലുള്ളവർ കണ്ടുവെങ്കിൽ ഇന്നും നമ്മുടെ സുവിശേഷത്തിലൂടെ സഭയുടെ ഉപദേശങ്ങളിലൂടെ ക്രിസ്തുവിനെ കാണുവാനും അങ്ങനെ ധൈര്യപൂർവ്വം മുന്നേറുവാനും തക്കവണ്ണം നമുക്കിടയാകണം. ഇവിടെ 37-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയുകയില്ല. തള്ളുന്നവനല്ല ദൈവം. എന്റെ രോഗത്തെ പറ്റിയോ എന്റെ പ്രയാസങ്ങളെ പറ്റിയോ ഇതൊക്കെ ചിന്തിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയില്ല. കാരണം എന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ ശക്തിയെ, തിന്മയെ അകറ്റിക്കളഞ്ഞ് പുതിയ ഒരു ലോകത്തിന്റെ രീതിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കഴിയുന്നത് അവന്റെ ചാരെ നിൽക്കുമ്പോഴാണ്, അവനോടൊപ്പം ആയിത്തീരുമ്പോഴാണ്. അവനൊരിക്കലും തള്ളിക്കളയത്തില്ല. യേശു എന്നെ തള്ളിക്കളയത്തില്ല. കാരണം ഞാൻ യേശുവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നും തള്ളാതെ എന്നെ ഇത്ര നാൾ കാത്തു സംരക്ഷിച്ച ഒരു അമ്മ തന്റെ കുഞ്ഞിനെ പരിരക്ഷിക്കുന്ന പോലെ എന്നെ പരിരക്ഷിച്ച എന്റെ ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. യേശു എന്നെ സ്നേഹിക്കുന്നു. ഈ എന്നെ ചേർത്ത് നിർത്തുന്ന ക്രിസ്തുവിന്റെ ചിത്രമാണ് ഈ ജീവന്റെ അപ്പം എന്നുള്ള ഭാഗങ്ങളിലൂടെ കാണുന്നത്. ഈ ജീവന്റെ അപ്പം എനിക്ക് നൽകിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി നൽകുന്നു? എനിക്ക് ജീവൻ ഉണ്ടാക്കുവാൻ, മറ്റുള്ളവർക്ക് ജീവൻ ഉണ്ടാക്കുവാൻ. എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവന്റെ ശരീരം എനിക്കായി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നു, അവസാന നാളിൽ പിതാവിന് നമ്മെ അവൻ സമർപ്പിക്കും. പിതാവിന്റെ അടുക്കൽ എന്നെയും നിങ്ങളെയും സമർപ്പിക്കുന്നത് യേശുക്രിസ്തുവാണ്. അത് സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ യാത്രയിൽ ലോകത്തെ സ്നേഹിക്കാതെ ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയണം. യേശു എൻ്റെ സർവസ്വവുമാണ് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെപ്പറ്റിയും ഭാരപ്പെടേണ്ട. അവൻ നമ്മെ തള്ളിക്കളയത്തില്ല, അവൻ നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഈ ജീവന്റെ വചനം, ജീവന്റെ അപ്പം, ഈ ജീവന്റെ അപ്പം ഞാനാകുന്നു എന്ന് പറയുന്ന ആ ദൈവം ഇന്നും എന്നോടൊപ്പം ജീവിക്കുന്നു. ആ ദൈവത്തിൽ കൂടുതൽ ശരണപ്പെടുവാനും അഭയപ്പെടുവാനും ഒന്നിനെപ്പറ്റിയും ഭാരപ്പെടാതെ മുന്നേറുവാനും തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.